ഉണ്ടാകും. സിഹർ ബാത്തിലാക്കിയിട്ടില്ലെങ്കിൽ നിലനിൽക്കും. സിഹർ ബാത്തിലാക്കിയിട്ടില്ലെങ്കിൽ നിലനിൽക്കാം. അതിൻ്റെ ദുഷ്ടഫലം മക്കളിൽ, പേരമക്കളിൽ അങ്ങനെ കിടക്കും. ഈ സാധനം എടുത്തു കളയുന്നത് വരെ അത് കുടുംബത്തിൽ കിടക്കും. ചിലപ്പോൾ വല്ലാതെ ആക്ട് ചെയ്യൂല, ചിലപ്പോൾ ആക്ട് ചെയ്യും. അവർക്കെതിരായത് എന്തെങ്കിലും നടക്കണമെങ്കിൽ ആക്ട് ചെയ്യും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉദാഹരണം, ഹാലോവിൻ ഡേ ആഘോഷിക്കുന്ന ഒരു കുടുംബം, അവർക്ക് ദീനില്ലാതെ ആയാൽ പിശാച് ആക്ട് ചെയ്യൂല. എന്നെങ്കിലും അവരിലേക്ക് ദീന് കയറുകയാണെങ്കിൽ ആക്ട് ചെയ്യും. ഇപ്പോൾ ഒരു പറമ്പ്, ആ പറമ്പിൽ താമസിക്കുന്നവർക്ക് ദീനും ഇല്ല, നിസ്കാരവും ഇല്ല, ഒന്നുമില്ല. അവിടെ പിശാചുണ്ട്. അവർ പിശാചിൻ്റെ സ്വാധീനത്തിൽ ആൾറെഡി ആയതുകൊണ്ട് പിശാച് അവർ ഉപദ്രവിക്കൂല. കച്ചവടവും കാര്യവും ലാഭമൊക്കെ ആയിട്ട് അങ്ങനെ പോകും. ഇവർക്കൊന്നും ഉണ്ടാവില്ല. അതേ സമയത്ത് ഇവരിൽ ഒരാൾ എന്തിലേക്ക് പോയി, മരുമോള് വന്നു, ഒക്കെ നിസ്കാരവും കാര്യമൊക്കെ ഉഷാറാണ്. അതോടുകൂടെ പ്രശ്നം തുടങ്ങി. പിന്നെ പ്രശ്നമായി, അതായി ഇതായി, വലിയ പ്രയാസം ഉണ്ടാവും. ഇതുവരെ ഈ പിശാച് ഇവിടെ എത്ര കാലം മുമ്പ് വന്ന, ഈ പിശാച് ചിലപ്പോൾ 75 കൊല്ലം മുമ്പ് വന്നായിരിക്കും, വല്യാപ്പാൻ്റെ അപ്പൊക്കെ വന്നായിരിക്കും. അങ്ങനെ കിടക്കും അവിടെ. ഒരു കുഴപ്പമുണ്ടായില്ല, കാരണം അവർക്ക് എതിരായതൊന്നും അവിടെ നടന്നിട്ടില്ല. അപ്പോൾ ഒരു എതിരായി ആക്ട് ചെയ്യൂല. അതേ സമയത്ത് ഒരു മരുമോള് വന്നു, ഓക്ക് ദീനുണ്ട്. പിന്നെ ആ കുടുംബക്കാലവും പ്രശ്നവും. ഓളെ ഭർത്താവിനെ കച്ചവടം പൊളിഞ്ഞ്. അമ്മായിമ്മ വേണമെങ്കിൽ നാത്തൂൻ എന്ത് പറയും, വെളും വന്ന് കയറി അന്ന് മുതൽ ഇവിടെ സുഖമില്ല. ശരിയാണ്. ഓളൊരു നിസ്കാരം ഓത്തും പാട്ടും അന്ന് മുതൽ കൊയ്യുന്നുണ്ട്. ശരിയാണ്. എന്തേ? ഇവിടെ കിടക്കണ ബ്രഹ്മരക്ഷസിന് തലവേദനയായി. ഇവിടെ ഓത്തും പാട്ടും നിസ്കാരം. അപ്പോൾ ആക്ട് ചെയ്തു. എവിടെ ചെയ്തു? ഓളെ ഭർത്താവിൻ്റെ കച്ചവടം പൂട്ടി. ഓനെ പീഡി ഉണ്ടായിരുന്നു. ആ പീഡിയിൽ ഇടക്കിടക്ക് വരുന്ന പെണ്ണിനോട് ഇവര് പ്രേമായി. എന്താ കാരണം? പ്രേമത്തിന് കാരണം എന്താ? ആ പൊരയിൽ എന്നോ കിടക്കണ പിശാചാണ്. നല്ല ആളായിട്ട് അവൻ ജീവിക്കണ്. ഒന്ന് നിസ്കരിക്കൂലെന്നേ ഉള്ളൂ, നോമ്പോൽക്കൂലെന്നേ ഉള്ളൂ. എന്തില്ല, ആരാന്റെ പെണ്ണുങ്ങളെ പ്രേമിക്കാൻ നടക്കണ പണിയൊന്നും ഓനില്ല. പക്ഷെ ഇപ്പൊ പുതിയ ഒരാൾ വന്നു. ആര്? അവന് കല്യാണം കഴിച്ചു, ഭാര്യയായി. ഓൾ തഹജ്ജുദ് നിസ്കരിക്കും, സ്വലാത്ത് ചെല്ലും, നൂറുൽ ഈമാൻ ചെല്ലും, സലാത്ത് ചെല്ലും, സൂറത്തുൽ ഫാത്തിഹ ചെല്ലും, യാസീനോടും, ഇങ്ങനെ എല്ലാവരും ചെല്ലും. അപ്പൊ മറ്റേക്ക് എന്തായി? തലവേദനയായി. നേരെ കയറും. ചിലപ്പോ ഈ പെണ്ണിലേക്ക് കയറാൻ കഴിയില്ല. അപ്പൊ ആരിലേക്ക് കയറി? ഭർത്താവിന് വേറെ ഒരുത്തിനോടൊരു പ്രേമായി. പിന്നെ കച്ചവടം പൊളിഞ്ഞു. സിനയുണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. സിന ആര് കൊണ്ടുവരും? ശൈത്താൻ. പിന്നെ പിശാച് എന്തും കൊണ്ടുവന്നു? ദാരിദ്ര്യം. ഹബീബ നബി പറഞ്ഞു, വ്യഭിചാരമുണ്ടെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഒരു വ്യക്തിക്ക് വ്യഭിചാരം ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഒരു കുടുംബത്തിന് വ്യഭിചാരം കയറിയാൽ ആ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാവും. ഹബീബ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കച്ചവടം പൊളിഞ്ഞ് അമ്മായിമ്മ കാല് വെച്ചുകുത്തി വീണ്, പിന്നെ വിരല് മുറിച്ച്, കാല് മുറിച്ച്. അപ്പൊ ഒരാളെടുത്ത് പോയി, ഒരു ചികിത്സാരി, ഒരു ഒക്കൽ ചെയ്യുന്ന ഒരാളെടുത്ത് പോയി. അയാൾ എന്ത് പറഞ്ഞു? ഇതാ നിങ്ങളുടെ കുടുംബ ബന്ധം ശരിയില്ല, അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചത്. ദൈവകോപം ഉണ്ടായിട്ടുണ്ട്. ആ പെണ്ണ് ശരിയില്ല. ആ പെണ്ണ് ശരിയില്ല എന്നാണ്. ആ പെണ്ണ് ശരിയാണ്. ആരവിടെ ശരിയില്ലാത്ത? ആ പൊരയിലുള്ള ഒരാൾ ശരിയില്ല. ഇനി ആളെ എടുത്തിട്ട് ഒഴിവാക്കണം. അപ്പോഴത്തിന് നേരം വൈകും. പിശാചിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. പിശാച് ഒരാളിൽ കയറി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, പിന്നെ അങ്ങനെയാവും, പിന്നെ അങ്ങോട്ട് ഇറങ്ങും. വേര് ഇങ്ങോട്ട് ഇറങ്ങും, ഇങ്ങോട്ട് ഇറങ്ങും, ഇങ്ങോട്ട് ഇറങ്ങും, അങ്ങനെ 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 അങ്ങനെ. പിന്നെ അയാളായിട്ടാണ് നിൽക്കും. നീ ഇതിനെ ചികിത്സാരി പറിക്കണം. നീ ഈമാനില്ലാതെ മരിക്കും. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ അങ്ങോട്ട് കയറും. പിശാച് ഓരോ സെക്കൻഡിൽ കയറും. പിശാച് കയറിയിട്ടുണ്ടെങ്കിൽ കയറിന്ന് ഉറപ്പാണ്. നിങ്ങൾ മൊബൈൽ നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും ഉണ്ടാവില്ല. ഫാത്തിഹ സൂറത്ത് ഓതിയ കോട്ടുവായ വരും. തടിയിൽ ആരുണ്ട്? ഈ റമദാനിൽ ഒരു ഖത്തം തീർക്കണം എന്ന് ഉറപ്പിച്ച് ഒരു പേജ് ഓതിയില്ല. നല്ലോനാണോന്, പക്ഷെ അവന് തലയിൽ ആരുണ്ട്? ശൈത്താനുണ്ട്. അത് വല്യാപ്പാൻ്റെതായിരിക്കാം, അല്ലെങ്കിൽ പറമ്പിൽ കൂടിയിരിക്കണം, അങ്ങനെയൊക്കെ വരും. ഓടി എല്ലാ ദിവസവും അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ മുത്തഖീൻ അല്ലദീന യുമിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ വമിമ്മാ റസഖ്നാഹും വല്ലദീന യുമിനൂന ബിമാ ഉൻസില ഇലൈക വബിൽ ആഖിറതി ഹും യുഖിനൂൻ ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം എന്നറിനോടുകൂടെ അവസ്ഥ മാറി. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അത് അങ്ങനെ അടച്ച് നേരെ തരിപ്പുമ വെച്ചാൽ നല്ലത്. നീ മൊല്ലാക്കാൻ്റെ ചീത്തയും കൂടി കേൾക്കേണ്ടി വരും. അങ്ങനെ തന്നെ പായിലിട്ടിട്ട് ഉറങ്ങി, താരിന്ന് ഉറങ്ങി. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞിടത്ത് വെച്ച് കൃത്യമായി
ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവര്, ഞാനല്ല. ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരെ വിജയിച്ചോല, ഞാൻ വിജയിച്ചിട്ടില്ല, ഞാൻ വിജയിക്കൂല. നാളെ വരും അലിഫ് ലാം മീം ഓതി ഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ ഉലൈക, അവിടെ വെച്ച് പിന്നെ 30 സമയം തന്നെ ഒരു പേജ് പൂർത്തിയായി ഓതാൻ പറ്റി കഴിയൂല. എന്തേ? തലയിൽ ആരുണ്ട്? ശൈത്താൻ. കോട്ടുവായ വരും. കോട്ടുവായ പ്രധാന ലക്ഷണം. നമ്മളെ ക്ലാസ്സിൽ വരുന്ന ഒരാളുടെ അടുത്തേക്ക്, ഒരു വീട്ടിലേക്ക് ഒരു പൈശാചിക ബാധ ഉണ്ടായപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഒരാൾ വന്നു. അയാൾ ഇങ്ങനെ നടക്കും. എവിടെയെങ്കിലും ആ പെരയിൽ വളപ്പിലോ എവിടെയെങ്കിലും അയാളുടെ ഭാഷയിൽ ശൈത്താൻ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ നിൽക്കുമ്പോൾ ഇയാൾക്ക് കോട്ടുവായ വരും. അങ്ങനെ ഓരോ അമ്മിത്തുണ്ടിന്റെ അവിടെ, അലക്ക് കല്ലിന്റെ അവിടെ, അവിടെയൊക്കെ മാന്തി നോക്കിയപ്പോൾ സാധനം കിട്ടി. അലക്ക് കല്ലിന്റെ അടിയിൽ മാന്തി അവിടെ എത്തിയപ്പോൾ ഒരു പെണ്ണ് വന്നു. ആ പെണ്ണ് അലക്ക് കല്ലിന്റെ അവിടെ എത്തിയപ്പോ കോട്ടുവായ വന്നു. അപ്പൊ അവിടെ മാന്താ പറഞ്ഞു. മാന്തി. അവിടെ മാന്തിയപ്പോ പണ്ടാരോ കുഴിച്ചിട്ട് ചെമ്പുതട കിട്ടി. പൊളിച്ചോക്കുമാതിരി പസുമുണ്ട്, മറ്റുണ്ട്, പലതും ഉണ്ട്. അങ്ങനെ ഇയാൾ ഇന്റെ അടുത്ത് വന്നു. അതെ, എവിടെ കളച്ചോത്തോ അവിടെയൊക്കെ സാധനം ഉണ്ട്, അതിന് ചില പണികൾ എടുത്താൽ അത് പൂർത്തിയാക്കാൻ മറക്കണം. ഞാൻ പറഞ്ഞു നിർത്തിക്കളാ. ഞാൻ പറഞ്ഞ കേക്ക്, മുസ്ലിമായി മരിക്കണം നിനക്ക് പൂടിയുണ്ടോ? നിർത്തിക്കളാ. അങ്ങനെ മരിച്ചാലും വേണ്ടില്ല, അച്ചികിത്സ ഇനി നടത്തണ്ട. എന്തേ? ഇയാളാരാ? ഇത് ഉഖ്തു ശൈത്താനാണ്, ശൈത്താന്റെ പെങ്ങളത്. ഇവിടെ പിശാച് സാന്നിധ്യം ഉണ്ട്, അപ്പോലെ കുടുംബാണത്. അപ്പൊ ഇവിടെ വന്നപ്പോ എന്തായി? കോട്ടുവായ കണ്ട ഉറപ്പിക്ക. ആരാണത്? ശൈത്താന്റെ സാന്നിധ്യം. നമ്മളെ ക്ലാസ്സിൽ 265 ക്ലാസ്സിന് വന്ന ആളെ പേരയിലെ കാര്യം അപ്പി പറഞ്ഞത്. അയാൾ വരാത്ത ഒരു ക്ലാസ് കൂടെ ഉണ്ടായിട്ടില്ല. അങ്ങനത്തെ ഒരാളെ വരെയില്ല. ചികിത്സിച്ചില്ല. ഞാൻ പറഞ്ഞപ്പോ പേടിയായി, നിർത്തി. നമ്മൾ പറഞ്ഞ കേൾക്കുന്ന ഒരാളാണ്. പിന്നെയും അനവധി കഷ്ടത അയാൾ അനുഭവിച്ചു. അതൊന്ന് പരിഹരിച്ചു കിട്ടാൻ ശൈത്താൻ അത് വേഗം പരിഹരിച്ചു തരും. പക്ഷെ ശൈത്താൻ എല്ലാവരും പറഞ്ഞിട്ട് ഇവൻ എന്ത് പറയും? ഇവിടെ ഞാൻ പറയും നിങ്ങൾ പോയിക്കോളി. അവിടെ ഉള്ള ശൈത്താന്മാരെ ആണ് പറഞ്ഞേക്കും. എന്നിട്ടോ അയാളവിടെ കൂടിയിരിക്കും. ആദ്യ ലക്ഷണമൊന്നും കാണിക്കൂല. പിന്നെ ഈമാൻ നശിച്ചു വരിച്ചു. ഇതിങ്ങോട്ട് ഇറങ്ങി വേരാണ് ഇറങ്ങനെ ഇറങ്ങും. ഒരു ദിവസം നേരം അത്രയും പേരിറങ്ങും. പിശാച് എന്ന് പറഞ്ഞത് വലിയ പ്രശ്നം തന്നെ, ചെറുതൊന്നും അല്ല. നൂറ്റാണ്ടുകൾ കിടക്കും, നൂറ്റാണ്ടുകൾ കിടക്കും. ഒരാളൊരു ചികിത്സാരിയുടെ അടുത്ത് പോയി, പരിലെന്നും പ്രശ്നം. അപ്പൊ പറഞ്ഞു, എന്ത്? 300 കൊല്ലം മുമ്പ് നിങ്ങളുടെ മരത്തിന്റെ അടിയിൽ, ഇപ്പോൾ ആ മരം നിൽക്കുന്നതിന്റെ അടിയിൽ ഒരു ക്രിയ ചെയ്തിട്ടുണ്ട്, അതെടുക്കണം എന്നാ നിങ്ങളെ പ്രശ്നം തീരും. ഇതിപ്പോ ഒരു 10, 40, 45 വയസ്സുള്ള ചികിത്സാരി പറയാണ്. എന്താ പറയണത്? അപ്പൊ ഈ മരം ഇയാളെ കുട്ടിക്കാലം മുതലേ അവിടെ ഉണ്ട്. ആ മരം മുറിച്ചു, കിളച്ചു, സാധനം കിട്ടി. എന്തതിന് കാരണം? ഇയാളെ കൂടെയുള്ള ശൈത്താന് ചിലപ്പോൾ അതിൽ പങ്കെടുത്തിട്ടുണ്ടാവും. ശൈത്താന് ചിലപ്പോൾ 1000 വയസ്സൊക്കെ ഉണ്ടാവും. ഞാൻ ഷെയ്ഖ് ജലാലുദ്ദീനോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സാ? 600 കഴിഞ്ഞു. 2165 വയസ്സുള്ള ഒരു ജിന്നിനെ എനിക്കറിയും. സാലിയ ജിന്ന 2165 വയസ്സാ. അങ്ങനെ ഉണ്ടാവും. കുത്തുബിയത്തിന്റെ തുടക്കത്തിൽ ചില മഹാന്മാരെ പറയുന്നുണ്ടല്ലോ, അവര് അല്ലദീന അഹദുല്ലാഹ വനബിയഹു സുലൈമാൻ, സുലൈമാൻ നബിയോട് കരാർ ചെയ്തതാ. ഈ ആളുകളിൽ ഈ 99% ജീവിച്ചിരിപ്പുണ്ട്. സുലൈമാൻ നബി വഫാത്താകണം 3000 കൊല്ലം മുമ്പാണ്. സുലൈമാൻ നബിയോട് കരാർ ചെയ്ത ജിന്നുകൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കൊല്ലം കഴിഞ്ഞനുസരിച്ച് അവര് പേരങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. സിഹിറുണ്ട് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചികിത്സിക്കണം. കോട്ടുവായ വരുന്നത് അമിതമായി വരുന്നത് കണ്ടാൽ ശാരീരിക ക്ഷീണം കൊണ്ട് ചിലപ്പോൾ കോട്ടുവായ വരും, ഉറക്കം നേരം വയ്ക്കുക. അതേ സമയത്ത് ഒരു മജ്‌ലിസിലിരുന്നാൽ കോട്ടുവായ. ഈ മജ്‌ലിസിലിരുന്ന ഒരാൾ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു തുടർച്ചയായി ഒരു 10 മിനിറ്റ് കോട്ടുവായ വന്നു, പിന്നെ നിന്നു. എന്തേ? അയാൾ എണീറ്റ് പോയില്ല. അപ്പൊ അവര് തൽക്കാലം മാറി. ശൈത്താൻ തലയിലുള്ള ഒരാൾ ഉംറക്ക് പോകാം. ഉംറക്ക് പോകുമ്പോ ജിദ്ദയിൽ മറ്റോ ഇറങ്ങിക്കും. മക്കത്ത് ഉംറൊക്കെ കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അതിന്റെ തോള് കയറി കുത്തുമ്പോൾ അങ്ങോട്ട് പോരും. ഓനെ ഏറ്റിയാണ് അങ്ങോട്ട് പോയത്, ഓനെ ഏറ്റിയാണ് ഇങ്ങോട്ട് പോന്നു. ഒരു പിശാചിനെ ഇളക്കി ഒരാള്. ശൈത്താൻ പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? മധുരയിൽ നമ്മളെ സിക്കന്ദർ ബാദ്ഷാന്റെ മല കയറാൻ വേണ്ടി പോയി. അങ്ങനെ മല കയറി ഇറങ്ങി വന്നപ്പോൾ ഇയാൾ വിചാരിച്ചു ശൈത്താൻ പോയിട്ടുണ്ടാവും. പിന്നെ കുറെ ദിവസം കഴിഞ്ഞിട്ട് ഇയാളെ വേറൊരാൾ ഇളക്കിയപ്പോ എന്ത് പറഞ്ഞു? ഞങ്ങളല്ലേ സിക്കന്ദർ മലയിലൊക്കെ പോയത്, നമ്മളെയും കൊണ്ടുപോയി, നമ്മളതിന്റെ അടിയിൽ സ്ഥലമുണ്ട്, അവിടെ ഇരുന്ന് നമ്മൾ കഴിഞ്ഞപ്പോ ഓൻ്റെ തന്നെ ഇങ്ങോട്ട് പോന്നു. അപ്പൊ ശൈത്താൻ തടി കയറിയാൽ ഒഴിവാക്കന്നെ വേണം. അതിന് ഏറ്റവും നല്ല മരുന്ന് അസ്മാഉൽ ഹുസ്ന.